വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ലാസ്റ്റ് ടൈം ഞാൻ ഹെയർ വാഷ് സീക്രട്സ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ എനിക്ക് പേഴ്സണലി കുറച്ച് എൻക്വയറീസ് ഒക്കെ വന്നു. കുറേയൊക്കെ ടിപ്സ് ഷെയർ ചെയ്തു, ബട്ട് സ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് ഹെയർ വാഷ് ചെയ്യേണ്ട കുറച്ച് ഡൂസ് ആൻഡ് ഡോൺസ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടായി. അപ്പം മൊത്തം ഒരു പനിയുടെ സീസൺ ആയതുകൊണ്ട് എൻ്റെ തൊണ്ട ഇത്തിരി പോയിരിക്കുകയാണ്. ഈ വീഡിയോയിൽ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുക, ലൈക്ക് നമ്മൾ ഹെയർ വാഷ് ചെയ്യേണ്ട രീതി. എൻ്റെ ലൈഫിൻ്റെ മേജർ പോർഷൻസിൽ എനിക്ക് ലോങ് ഹെയർ ആയിരുന്നു. അപ്പോൾ ഈ ലോങ് ഹെയർ ഉള്ളവർക്കായിരിക്കും ഇത് കൂടുതൽ ഹെൽപ്ഫുൾ എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ലോങ് ഹെയർ വേണമെന്ന് ആഗ്രഹിക്കണവർക്ക്. ഫസ്റ്റ് തന്നെ ഹെയർ വാഷ് ചെയ്യുമ്പം ഞാനിപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് ഹെയർ ഓയിൽ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഷാമ്പൂ ഇട്ട് നമ്മൾ നല്ലോണം ഒന്ന് വാഷ് ചെയ്യണ സമയത്ത് ഒന്ന് കൈകാര്യം ചെയ്യാൻ എളുപ്പത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഓയിൽ ചെയ്യണത് എപ്പോഴും ബെനിഫിഷ്യലാണ്. അല്ല, നമ്മൾ ഓയിൽ ചെയ്യാത്ത ഹെയറിൽ വീണ്ടും ഷാമ്പൂ ഇട്ട് നമ്മൾ പതപ്പിക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും. എല്ലാ ഹെയർ വാഷിനും ഓയിൽ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ സ്പെസിഫിക്കലി ഞാൻ പറഞ്ഞിട്ടുണ്ടായി, ഞാൻ ഹെയർ വാഷ് ചെയ്യുക ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആണ്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ഞാൻ ഓയിൽ ചെയ്യും. ഓയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് ഷാംപൂ ഇട്ട് ആ ഓയിൽ നല്ലോണം കളയണം. അതായത് നമ്മൾ ഷാംപൂ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ഷാംപൂ എടുക്കണതിലാണ് നമ്മളുടെ ഫസ്റ്റ് ടിപ്പ് വരിക. ഷാംപൂ ഡയറക്റ്റ് ഹെയറിൽ അപ്ലൈ ചെയ്യാതെ എപ്പോഴും അത് ഇച്ചിരി വെള്ളത്തിൽ ഇട്ട് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാം. അപ്പോൾ എല്ലായിടത്തും ഈവൻലി സ്പ്രെഡ് ആവാനായിട്ട് സഹായിക്കും. എനിക്ക് ഹെയർ വാഷ് ചെയ്യുമ്പോൾ നല്ലതെന്ന് തോന്നിയിട്ടുള്ളത്, നമ്മൾ സ്ട്രെയിറ്റ് നിന്ന് വാഷ് ചെയ്യാതെ നമ്മൾ തല കുനിച്ച് ഹെയർ എല്ലാം ഫ്രണ്ടിലോട്ട് ഇട്ടതിന് ശേഷം ബാക്ക് നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്തും അവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് വന്നും നമ്മൾ ഹെയർ വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് നേരെ ഷവറിൽ നിന്ന് കുളിക്കുക അല്ലെങ്കിൽ നേരെ നിന്ന് കുളിക്കുക എന്നുള്ളത് ഈസിയാണ്. പക്ഷേ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സ്പീഡിലൊക്കെ നമ്മളെപ്പോഴും മിക്കവാറും നമ്മളുടെ ഈ ബാക്കിലേക്കുള്ള പോർഷനിലേക്ക് നമ്മളുടെ കൈ എത്താതെ വരും. സ്കാൽപ്പ് ഓവറോള് നമ്മളുടെ കൈ എത്താനും മിസ്സാവാതിരിക്കാനും ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ ഫുൾ ഹെയർ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് കുളിക്കുന്ന രീതി നന്നായിരിക്കും. പിന്നെ ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്പാവുക ചിലർക്ക് സെൻസിറ്റീവ് സ്കിന്നായിരിക്കും, ഫേസ് മാത്രമല്ല ബോഡിയും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ഹെയറിൽ നിന്നുള്ള ഓയിൽ അല്ലെങ്കിൽ ഷാംപൂ ഇറിറ്റൻസ് ഒക്കെ ബോഡിയിലേക്ക് വരാതെ സഹായിക്കും. എല്ലാവർക്കും കുനിഞ്ഞ് നിന്ന് കുളിക്കാൻ പറ്റണമെന്നില്ല, ചിലപ്പോൾ കൺവീനിയൻ്റ് ആയിരിക്കില്ല, അപ്പോൾ അങ്ങനെ ശീലം ഉണ്ടായിരിക്കില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ഷവറിൻ്റെ സ്പീഡ് നല്ലോണം ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഷവറിൽ നിന്ന് അത്യാവശ്യം നല്ല വോളിയത്തിലും, അതായത് ജെറ്റ് സ്പീഡിലല്ല എന്നാലും ഒരു എബവ് ആവറേജ് സ്പീഡിൽ വെള്ളം വന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നല്ല ഒഴുക്കുള്ള നദിയിൽ ഒഴുക്കുള്ള വെള്ളത്തിൽ കുളിക്കുമ്പോൾ നല്ലോണം മുടി ക്ലീൻ ആവും എന്ന് പറയണേക്കാം. അപ്പം അത് പണ്ടത്തെ ആൾക്കാർ അത് പറയണതിൻ്റെ ഒരു കാര്യം ഇതാണ്, നമ്മൾ നിന്നിങ്ങനെ കുളിക്കണ സമയത്ത് എന്താ സോപ്പൊക്കെ നമ്മൾ കഴുകി കളഞ്ഞിട്ടുണ്ടാവും, എന്നാൽ ഡേർട്സ് അടി വരെ അത് പോയി എന്നുള്ളത് ഉറപ്പ് വരുത്താനാണ് പാട്. അപ്പം നല്ലോണം വെള്ളം ഒഴിച്ച് കളഞ്ഞാലേ അതൊക്കെ പോവുള്ളൂ. പിന്നെ ഒരിക്കലും ഹാർഷായിട്ട് മുടി പിടിച്ച് സോപ്പ് ഇട്ടിട്ട് ഇങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കരുത്. നമ്മൾ ജെൻറ്റിലായിരിക്കണം. ഹെയർ വാഷ് സ്ക്രബ്ബർ പോലത്തെ കൈ വെച്ചിട്ടാണ് ഞാൻ മസാജ് ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ലോങ് ആൻഡ് തിക്ക് ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്ക് അതൊട്ടും പ്രാക്ടിക്കലല്ല. എനിക്കത് വർക്കായിട്ടില്ല. ഇനിയിപ്പോൾ ആണുങ്ങൾക്ക് ചിലപ്പോൾ ഷോർട്ട് ഹെയർ ഉള്ളവർക്ക് അത് നല്ല ഉപകാരമായിരിക്കും. പക്ഷേ അത്യാവശ്യം തിക്കൊക്കെ ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്ക് അത് വെച്ച് മസാജ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് എഫക്റ്റൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, ഡേർട്ടും പോവില്ല. നമുക്ക് ചെയ്യാൻ പറ്റണത് നല്ല ഗ്യാപ്പുള്ള
ഒരു പല്ലുള്ള ബ്രഷ്. നല്ല ഗ്യാപ്പ് ഉണ്ടാവണം, അടുപ്പിച്ച പല്ലാവരുത്. ഇത് ജസ്റ്റ് ഇതൊരു ഗ്യാപ്പുള്ള ബ്രഷ് തന്നെയാണ്, പക്ഷെ ഇതും പോരാ, ഇതിനേക്കാളും ഗ്യാപ്പുള്ള ബ്രഷ് എടുക്കണം. ഞാനത് പിൻ ചെയ്തേക്കാം. അപ്പം ഈ ബ്രഷ് വെച്ചിട്ട് എപ്പോഴും ആ ഒരു ചടയൊക്കെ ഉണ്ടെങ്കിൽ കുളിക്കണ സമയത്ത് അത് ജെൻറ്റിലായിട്ട് കളയണത് നല്ലതായിരിക്കും. അപ്പോൾ നല്ല വൃത്തിയിൽ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും. ഞാനെപ്പോഴും അങ്ങനെ ഒരു ചീപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ വാഷ് ചെയ്യാറ്. നമ്മൾ എന്ത് പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത് അത് ത്രൂ ഔട്ട് നമുക്ക് കിട്ടാനും പറ്റും. അതേപോലെ തന്നെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ നല്ല ക്ലീനായിട്ട് വാഷ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഷാമ്പു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കുന്നതാണ് കണ്ടീഷണർ. കണ്ടീഷണർ ഉപയോഗിക്കുമ്പോൾ മാക്സിമം സ്കാൽപ്പിൽ ഉപയോഗിക്കാതെ നമ്മളുടെ ലെങ്ത്തിൽ മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡാൻഡ്രഫ് ഉള്ള ഒരു കണ്ടീഷണർ സ്കാൽപ്പിൽ നല്ലോണം ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. ബിക്കോസ് ഇതിൽ ഇങ്ങനെ ആ ഒരു ഫ്ലേക്സ് കാണാതിരിക്കാനായിട്ട്. പക്ഷെ അത് കാണാതിരിക്കാൻ സഹായിക്കുന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമില്ല, ദോഷമേ ചെയ്യാൻ ചാൻസ് ഉള്ളൂ. ഷാമ്പുവും കണ്ടീഷണറും എപ്പോഴും സെപ്പറേറ്റ് ബോട്ടിൽസിലുള്ളതാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാറ്. കണ്ടീഷൻ പ്ലസ് ഷാമ്പൂ എന്നുള്ളത് ഞാൻ വാങ്ങാറില്ല. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചാൽ എനിക്ക് അതറിയില്ല. ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ് ടു മീ. ലൈക്ക് കണ്ടീഷനിങ്ങും ഷാമ്പുവും ഒരുമിച്ച് ഒരു സംഭവത്തിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ വർക്കാവുമെന്ന് എനിക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ അത് ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല. ഞാനെപ്പോഴും ഷാമ്പൂ സെപ്പറേറ്റ്, കണ്ടീഷണർ സെപ്പറേറ്റ്, അങ്ങനെ ഞാൻ എടുക്കാറ്. ഹെയർ വാഷിൻ്റെ ഏകദേശം മെയിൻ ടിപ്സൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് ഹെയർ വാഷ് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിപ്പിൽ മാത്രം നമുക്ക് നല്ലൊരു ഹെയർ സിറം. അതിൻ്റെ ഉദ്ദേശം ഹെയർ സിറം കൊണ്ട് മുടി വേറെ എന്തെങ്കിലും എഫക്റ്റ് കിട്ടുക അതൊന്നും അല്ല. ഹെയർ സിറത്തിൻ്റെ എനിക്കുള്ള ഒരു ലൈക്ക് എൻ്റെ കണ്ണിൽ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മൾ ഓയിലൊക്കെ നല്ലോണം കളഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മളുടെ ഈ മുടിയുടെ ലെങ്ത്ത് ഏറ്റവും തുമ്പത്തൊക്കെ സ്പ്ലിറ്റൻസ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഒരുപാട് ഡ്രൈ ആവും തോറും ആ ഏരിയ ആയിരിക്കും ഏറ്റവും കൂടുതൽ അവിടെ ഇവിടെ എറിഞ്ഞൊക്കെ പൊട്ടാനും ഡാമേജ് പ്രോൺ ആയിട്ടുള്ള ഏരിയ അവിടെയാണ്. താഴത്തെ ആ ലെങ്ത്തിലേക്ക് നല്ലോണം ആ സിറം തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. ലോങ് ഹെയർ വേണമെന്ന് ആഗ്രഹമുള്ളവർക്കും ലോങ് ഹെയർ ഉള്ളവർക്കും ഈ ടിപ്സിലൂടെയൊക്കെ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീളം വെച്ച് മുടി കിട്ടും. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.